ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് മട്ടയരിച്ചോറ്, നല്ല മണി പോലുള്ള മട്ടയരിച്ചോറ് എങ്ങനെ 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാമെന്നുള്ളതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് സമയവും ലാഭമാണ്, അതുപോലെ തന്നെ ഗ്യാസും ലാഭമാണ്. അപ്പം എങ്ങനെയാണ് 10 മിനിറ്റ് കൊണ്ട് നല്ല മണി പോലെ ഒട്ടിപ്പിടിക്കാത്ത മട്ടയരിച്ചോറ് നമുക്ക് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. നമ്മൾ ഇന്ന് ചോറ് തയ്യാറാക്കിയെടുക്കുന്നത് കുക്കറിലാണ്. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് മട്ടയരി എടുത്തിട്ടുണ്ട്. നിറപറയുടെ മട്ടയരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. സാധാരണ എല്ലാവർക്കും കുക്കറിൽ മട്ടയരി ചോറൊക്കെ തയ്യാറാക്കുന്ന ടൈമിൽ ഒട്ടിപ്പിടിച്ച് വെള്ളം കെട്ടിയൊക്കെ പോകാറുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കലത്തിൽ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്നിനൊന്നോട് ഒട്ടാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചോറ് കിട്ടും. ആദ്യം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. അരി നമുക്ക് ഒരു 4-5 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം. നല്ല തെളിർമയായിട്ട് വെള്ളം കിട്ടുന്നത് വരെ നമ്മൾ കഴുകിയെടുക്കണം. എന്നാൽ മാത്രമേ ഒട്ടിപ്പിടിക്കാത്ത നല്ല വെള്ളം കെട്ടാത്തതായിട്ടുള്ള ചോറ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നോക്കിയാൽ ഞാനൊരു 4-5 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. ഇപ്പം നമ്മുടെ വെള്ളം നല്ലതുപോലെ തെളിർമയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും വരത്തക്ക രീതിയിൽ 4-5 പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കണം. മട്ടയരി മാത്രമല്ല, നമുക്ക് ഏത് അരിയും ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അരിയുടെ വ്യത്യാസം അനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ കുറച്ച് വ്യത്യാസം വരും. അത്ര മാത്രമേ ഉള്ളൂ. പ്രൊസീജിയർ സെയിം തന്നെയാണ്. നമ്മൾ വെള്ള അരിയൊക്കെ ആണെങ്കിൽ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ടൈം ഡ്യൂറേഷൻ മനസ്സിലാവും. അതനുസരിച്ച് പിന്നീട് നമുക്ക് കുക്ക് ചെയ്താലും മതി. ഞാനിപ്പോൾ മട്ടയരി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നതെന്ന്. അതിനായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള മട്ടയരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ അരി കുക്കറിൽ വേവിച്ച് വരുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് കറികളൊക്കെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അടുക്കളപ്പണിയൊക്കെ വേഗം കഴിയും കേട്ടോ. ഇനി നമുക്ക് കുക്കറിലേക്ക് അരി ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വെള്ളം അളന്നല്ല ഒഴിക്കുന്നത്. സാധാരണ നമ്മൾ കുക്കറിൽ അരി വേവിക്കുന്ന ടൈമിൽ അളന്നല്ലേ നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഇവിടെ ഞാൻ കുക്കറിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അരി വേവിക്കാനായിട്ട് 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ആ കുക്കറിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടുപ്പിൽ കലത്തിൽ നമ്മൾ അരി വേവിച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ഇത്രയും അധികം വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയും വെള്ളം ഒഴിച്ചതുകൊണ്ട് പേടിക്കേണ്ട കേട്ടോ. നമ്മൾ അരി വേവിച്ചതിന് ശേഷം ഈ വെള്ളം വാർത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം ഗ്യാസിൽ വെച്ച് 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. നമ്മൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ വെക്കണം. ലോയിലോ ഹൈയിലോ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു അരി വേവിച്ചെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കുള്ള ഫസ്റ്റ് വിസിൽ വന്നു കഴിയും. അതിനുശേഷം രണ്ടാമത്തെ വിസിൽ കൂടി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വെള്ളം വറ്റിയിട്ട് ചോറ് വേവത്തില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 10 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വിസിൽ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. 10 മിനിറ്റ് എന്നുള്ളത് നമ്മുടെ ഗ്യാസ് ബർണറിൻ്റെ ചൂടനുസരിച്ച് ചെറിയ വേരിയേഷനൊക്കെ വരും കേട്ടോ. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ വിസിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കണം. അതിനുശേഷം കുക്കർ ഈ ഒരു രീതിയിൽ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഇതിനുള്ളിലെ പ്രഷർ പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ അടപ്പ് തുറക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് പ്രഷർ കളയുകയൊന്നും തന്നെ ചെയ്യുന്നില്ല. ഈ ഒരു പ്രഷറിലാണ് നമ്മുടെ ചോറ് വെന്ത് വരുന്നത്. ഇപ്പം നമ്മുടെ കുക്കർ ഞാൻ തുറന്നിട്ടുണ്ട്. നമ്മുടെ ചോറ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കലത്തിൽ വെക്കുന്ന രീതിയിലാണ് വേവിച്ചെടുക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചത്. ആ ഒരു വെള്ളം, അധികമായിട്ടുള്ള വെള്ളം നമ്മുടെ കുക്കറിനുള്ളിൽ ഉണ്ട്. ഇനി നമുക്ക് ഇത് സാധാരണ രീതിയിൽ വാർത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ചോറ് ഒട്ടിപ്പിടിക്കുകയോ കട്ട കെട്ടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നല്ലതുപോലെ തന്നെ വെന്തും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കലത്തിലൊക്കെ ചോറ് എങ്ങനെയാണോ വാർത്തെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇതൊന്ന് വാർത്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മട്ടയരി ചോറ് തമ്മിൽ ഒട്ടാതെ നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പം ഇതിൽ നിന്ന് വെള്ളം ഇതുപോലെ വാർത്തെടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം പാത്രത്തിലേക്കിട്ട്.
അപ്പം വളരെ എളുപ്പമല്ലേ രാവിലെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇതുപോലെ കുക്കറിനുള്ളിൽ ചോറ് തയ്യാറാക്കിയെടുക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചോറ് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു അരി കുക്കറിനുള്ളിലിരുന്ന് വെന്ത് വരുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള പണികളെല്ലാം കഴിയുകയും ചെയ്യും. അപ്പോൾ ഞാനിത് പാത്രത്തിലേക്കൊന്ന് ഇട്ട് കാണിച്ചു തരാം എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചോറ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അതുമാത്രം പോരാ, വീണ്ടും ഞാനിടുന്ന വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷൻ വഴി കണ്ട് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.